കട്ടിലിൽ നിന്ന് വീണ് തലയ്ക്ക് പരുക്കേറ്റെന്ന മൊഴി ആവർത്തിച്ച് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ മാതാവ് ഷെമി. പല ചോദ്യങ്ങളിൽ നിന്നും ഷെമി ഒഴിഞ്ഞുമാറി. ഷെമിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, തന്റെ മകൻ അത്തരത്തിലേക്കൊന്നും ചെയ്യില്ല എന്ന മൊഴി ആവർത്തിക്കുകയാണോ ഈ അമ്മ? മകനെ രക്ഷിക്കാൻ എന്നുള്ള ഒരു നീക്കം എന്നതിനെ കാണണമോ? കട്ടിലിൽ നിന്ന് വീണാണ് തനിക്ക് തലയ്ക്ക് പരുക്കേറ്റത്, തന്റെ മകൻ ആരെയും കൊല്ലാൻ കഴിയില്ല എന്നൊക്കെയുള്ള മൊഴി അത് ആവർത്തിച്ചിരിക്കുകയാണ് ഷെമി, അതായത് അഫാന്റെ അമ്മയാണ്. ശ്രീകാന്ത്, പറയൂ വിശദാംശങ്ങൾ. അനുജ, വെഞ്ഞാറമൂട് SHO RP അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കഴിഞ്ഞ ദിവസമാണ് മൊഴി രേഖപ്പെടുത്താൻ എത്തിയത്. ഷെമിയെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തെത്തിയ പോലീസ് ഷെമിയോട് തലയ്ക്ക് പരിക്കേറ്റത് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു. കട്ടിലിൽ നിന്നും വീണ് പരിക്കേറ്റെന്നായിരുന്നു മറുപടി നൽകിയത്. കട്ടിലിൽ നിന്ന് വീണാൽ ഇത്ര വലിയ പരിക്കേൽക്കില്ലല്ലോ എന്ന ചോദ്യത്തിന് ആദ്യം വീണതിന് ശേഷം എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണു എന്നാണ് ഷെമി മറുപടി നൽകിയത്. അപ്പോഴും അവർ മകനെ കരുതലോടെ ചേർത്ത് പിടിക്കാനാണ് ശ്രമിക്കുന്നത്. സംഭവ ദിവസം നടന്ന കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചെങ്കിലും സഹകരണം ഉണ്ടായില്ല. കടബാധിതയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഡയറിയിലെ വിവരങ്ങൾ സംബന്ധിച്ചും വ്യക്തമായ മറുപടി ഉണ്ടായില്ല. 1 മണിക്കൂർ സംസാരിച്ചെങ്കിലും കാര്യമായ മറുപടി കിട്ടാതിരുന്നതോടെ പോലീസ് സംഘം മടങ്ങി. അവരുടെ ആരോഗ്യസ്ഥിതി കുറച്ച് മോശമാണ്. അത് കൃത്യമായി ഭേദപ്പെട്ടതിന് ശേഷം വീണ്ടും മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനം. ശരി, കട്ടിലിൽ നിന്ന് വീണാണ് തനിക്ക് തലയ്ക്ക് പരുക്കേറ്റത് എന്ന മൊഴി ആവർത്തിച്ചിരിക്കുകയാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ മാതാവ് ഷെമി. പല ചോദ്യങ്ങളും പോലീസ് ചോദിക്കുന്നു, പക്ഷേ അതിൽ നിന്നൊക്കെ ഷെമി ഒഴിഞ്ഞുമാറി. കടബാധ്യതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഷെമി ഒഴിഞ്ഞുമാറി എന്നതാണ്. വീണ്ടും മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കും. ആരോഗ്യാവസ്ഥ അത്ര നല്ലതല്ല, ഒരല്പം ആശങ്കയുണ്ട് എന്നുള്ളതാണ് പോലീസ് അറിയിച്ചത്. മകനെ കാണാൻ പോകുന്നുണ്ട്? ഇല്ല, പോകുന്നില്ല. കാണണമെന്ന് ആഗ്രഹമില്ല. അഫാൻ അങ്ങനെ ബാധ്യത വരേണ്ട ഒരു സംഭവം ഇല്ല. അവനങ്ങനെ ബാധ്യതയില്ല. പിന്നെ ഇവർ ഇപ്പോൾ വെളിയിൽ നിന്നുള്ള പറഞ്ഞുള്ള അറിവനുസരിച്ച് ഇവർക്ക് ബാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ പറയണത്. ബാധ്യത കൊണ്ട് ബാങ്കിൽ നമുക്ക് ലോൺ ഉണ്ടായിരുന്നു. ആ ലോണൊക്കെ സമയത്ത് അടയ്ക്കാൻ പറ്റാതെ വന്നതിൽ സംഭവിച്ചതാണെന്ന് തോന്നുന്നു. അത് ഇക്കൊക്കെ അറിയാമായിരുന്നു അങ്ങനെ ലോണുകളുള്ള കാര്യം? ഇല്ല, എൻ്റെ പറഞ്ഞിട്ടില്ല. ഞാൻ പൈസ കറക്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ലോൺ ക്ലോസ് ചെയ്യാനും പറഞ്ഞായിരുന്നു. പക്ഷേ ഇവരത് ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു. അത് 15 ലക്ഷം രൂപ ലോണായിട്ട് എടുത്തത്. അത് 20 വർഷത്തെ കാലാവധിയിലുണ്ടായിരുന്നു. പക്ഷേ ഞാനത് 5 വർഷം കൊണ്ട് തന്നെ അടച്ചു തീർക്കാനുള്ള ശ്രമം നടത്തി അടയ്ക്കുകയും ചെയ്തായിരുന്നു. എൻ്റെ അറിവിൽ അടച്ചായിരുന്നു. പക്ഷെ അവർ അടച്ചിട്ടില്ല. അതിൽ കുറച്ചെന്തോ ബാലൻസ് വന്നത് ബാങ്ക് പലിശ കൂട്ടി. മക്കളെ സ്നേഹിക്കാൻ പക്ഷേ ഒരു പക്കാ ക്രിമിനലായ ഒരു മകനെ അവന് കൂട്ടുനിൽക്കാൻ പാടുണ്ടോ? ഇവിടെ ഷെമീനയുടെ മൊഴി വളരെ നിർണായകമാണ്. പക്ഷെ ഇപ്പോൾ പോലും ഷെമീന പറയുന്ന ആ ഒരു കാര്യങ്ങൾ കേട്ടോ, കട്ടിലിൽ നിന്ന് വീണതാണെന്ന്. എന്തിനാണ്? ആ ഒരു ക്രിമിനൽ മൈൻഡായ തന്റെ മകനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവനൊരു പാറ്റിയെ പോലും കൊല്ലത്തില്ല എന്നാണ് പറയുന്നത്. അത് ഞാൻ നിങ്ങളോടൊന്നൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ അഫ്സാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മകനല്ലേ? ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു കൂസലും ഇല്ലാതെയാണല്ലേ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്? മൂത്ത മകനാണ് അഫ്സാനെ കൊന്നത്. എന്തിനാണ് ഇവർ ഈ ഒരു ക്രിമിനലിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ആ ഒരു അഫ്സാൻ എന്ത് തെറ്റാണ് നിങ്ങളോടൊക്കെ ചെയ്തത്? അവനെയൊക്കെ കൊല്ലാനുള്ള മൈൻഡ് എന്തിനാണ് ഇവൻ കരുതിക്കൂട്ടി ചെയ്തത്? മക്കൾ തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് പറഞ്ഞു തന്നെ നമ്മൾ അവരെ വളർത്തണം, അല്ലാതെ അവരെ ന്യായീകരിക്കുകയല്ല വേണ്ടത്. എനിക്ക് തോന്നുന്നു ഇവിടെ കുടുംബക്കാരോട് ആ ഒരു മനസ്സിൽ വൈരാഗ്യം ഈ ഒരു മകന് തോന്നിച്ചതും ഈ ഒരു ഷെമീന കാരണമായിരിക്കും. ഒരിക്കലും നമ്മൾ മക്കളുടെ മുന്നിൽ മറ്റുള്ളവരുടെ കുറ്റം സംസാരിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് നമ്മുടെ റിലേറ്റീവ്സിനെ പറ്റി. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു പക അല്ലെങ്കിൽ വൈരാഗ്യം, അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കും. ശരിക്കും ഇവിടെ ഷെമീനാക്ക് പറ്റിയ ആ ഒരു തെറ്റ് അത് തന്നെയായിരിക്കും. ഈ മക്കളുടെ മുമ്പിൽ വെച്ച് തന്നെയായിരിക്കും അവരെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറഞ്ഞതും ഈ ഒരു പക അവന്റെ മനസ്സിൽ വളർന്നതും. എനിക്ക് തോന്നുന്നത് ഇവര് ഈ ഒരു സ്നേഹം കൊണ്ട് പറയുന്നതെന്നല്ല, ശരിക്കും ഇതിലെ ഈ ഒരു ഷെമീനാക്ക് നല്ലൊരു പങ്കുണ്ട്. ഇനിയിപ്പോ മകന് പിടിക്കപ്പെട്ടാൽ, മകൻ കുടുങ്ങിയാൽ എന്തൊക്കെയോ കാര്യങ്ങൾ പുറത്തു വരുന്ന ഇവർക്കറിയാം. അതുകൊണ്ടായിരിക്കുമോ ഇത്തരത്തിൽ അവർ ഈ മൊഴി പറയുന്നത്? അല്ലെങ്കിൽ ഈ ഒരു അഫ്സാന്റെ കാര്യം എന്തുകൊണ്ട് ഇവർ ഓർക്കുന്നില്ല? അഫ്സാനും ഇവരുടെ മകനല്ലേ? നിങ്ങൾ നോക്കിയോ, ഈ പയ്യൻ ജാമ്യത്തിൽ ഇറങ്ങണമെങ്കിൽ ഫസ്റ്റ് നിങ്ങളെ തന്നെ അങ്ങ് തീർക്കും. അത് 100% ഉറപ്പാണ്. ഈ കൊലപാതകം നടത്തിയതിൽ ഫസ്റ്റ് നിങ്ങളെ തന്നെയാണല്ലോ കൊല്ലാൻ ശ്രമിച്ചത്. തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു ഷെമീനാക്കും അതുപോലെ തന്നെ ഈ ഒരു അഫാനും മാത്രം അറിയാവുന്ന മറ്റെന്തോ രഹസ്യമുണ്ട്. അത് തന്നെ ആയിരിക്കും ഇതിന് പിന്നിലാൽ. അല്ലെങ്കിൽ ഇത്രയും ക്രൂര കൊലപാതകം ചെയ്ത ഇവനെ എന്തിനാണ് ഈ ഒരു ഉമ്മ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഇവിടെ മകനെ വഷളാക്കിയതും ഈ ഒരു ഉമ്മ തന്നെയാണ്. ആശുപത്രിയിൽ നിന്ന് ഈ ഒരു കെയർ ഹോമിലേക്ക് മാറ്റിയ ഷെമീനയുടെ മൊഴി കഴിഞ്ഞ ദിവസമായിരുന്നു പോലീസ് വീണ്ടും രേഖപ്പെടുത്തിയിരുന്നത്. ഈ ഒരു മൊഴിയിലും പഴയ പല്ലവി തന്നെയാണ് ഷെമീന ആവർത്തിക്കുന്നത്. കട്ടിൽ നിന്ന് താഴെ വീണു പരിക്കേറ്റതാണെന്നുള്ളത്. അതുമാത്രമല്ല, ഈ ഒരു അഫാൻ എന്ന് പറയുന്ന ഈ ഒരു ക്രിമിനൽ ഒരു പാറ്റയെ പോലും കൊല്ലാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പാറ്റയെ കൊല്ലാത്തവനാണ് 5 ക്രൂര കൊലപാതകങ്ങൾ ചെയ്തത്. എന്തായാലും നന്നായിരിക്കുന്നു.
എന്തായാലും ഈ ഒരു പോലീസുകാർ ഇപ്പോൾ വലഞ്ഞിരിക്കുകയാണ്. കാരണം ഇവർ കൃത്യമായിട്ടുള്ള മൊഴി കൊടുക്കുന്നില്ല. കട്ടിൽ നിന്ന് പരിക്കേറ്റാൽ ഇത്രയും വലിയ പരിക്കുണ്ടാകുമോ എന്ന് പോലീസ് ചോദ്യത്തിന് പോലും അവർ പറഞ്ഞ മറുപടി ഉണ്ടോ? ആദ്യം വീണതിന് ശേഷം എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണ് പരിക്കേറ്റു എന്നാണ് പറയുന്നത്. നല്ല പരിക്ക് തന്നെയാണ്. എന്തായാലും കട്ടിലിൽ നിന്ന് വീണ് ഇമാതിരി ഒരു പരിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതുമാത്രമല്ല, ആ ഒരു സംഭവ ദിവസം രാവിലെ നടന്ന കാര്യങ്ങൾ വല്ലതും ഓർമ്മയുണ്ടോ എന്ന് ഈ ഒരു പോലീസുകാർ ചോദിച്ചപ്പോൾ വിഷയം മാറ്റിക്കൊണ്ടു പോകാനാണ് ഈ ഒരു ഷെമി ശ്രമിക്കുന്നത് തന്നെ. അതിന് കാരണം പറഞ്ഞ എന്താണെന്നറിയുമോ? വിശക്കുന്നു, ശരീരം തളരുന്നു, ഇതൊക്കെയാണ് അവർ കാരണങ്ങൾ പറയുന്നത്. എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ആ ഒരു കാര്യങ്ങൾ ഡൈവേർട്ട് ചെയ്യുകയാണ്. ഇവരുടെ കയ്യിൽ ഒരു ഡയറി ഉണ്ടായിരുന്നു. ആ ഡയറിയിൽ ഈ കടബാധ്യതകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതും സംബന്ധിച്ച് ഈ ഒരു പോലീസുകാർ ചോദിച്ചെങ്കിലും അതിനുള്ള വ്യക്തമായിട്ടുള്ള മറുപടി ഒന്നും ഈ ഒരു പെണ്ണുമ്പിള്ള കൊടുത്തിട്ടില്ല. അതായത് 1 മണിക്കൂർ ഈ ഒരു ഷെമിയുമായി സംസാരിച്ചെങ്കിലും മൊഴി രേഖപ്പെടുത്താൻ പൂർത്തിയാകാതെയാണ് ഈ ഒരു പോലീസുകാർ മടങ്ങിയത് എന്ന്. എന്തായാലും പുള്ളിക്കാരി ശരീരം തളരുന്നു, വിശക്കുന്നു, ഇതൊക്കെയാണല്ലോ കാരണങ്ങൾ പറയുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഇനി ഈ ഒരു ഷെമിയുടെ ആരോഗ്യനില ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട് എന്നാണ് ഇനി പോലീസ് പറയുന്നത്. അവർക്ക് വേറെ വഴിയില്ലല്ലോ, ഇത് തന്നെയല്ലേ അവർക്ക് പറയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ അയാളെ ഫോഴ്സ് ചെയ്തുകൊണ്ട് ഒരു മൊഴി പറയിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് കേസിൽ തന്നെ 3ാം ഘട്ട തെളിവെടുപ്പിനായിട്ട് നമ്മുടെ പ്രതിയായ ആ ക്രിമിനൽ അഫാനെ ഇന്ന് വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് അറിഞ്ഞത്. അച്ഛന്റെ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിലെ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ പോലീസ് കഴിഞ്ഞ ദിവസം വിവിധ ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കടം വാങ്ങിയ പണം തിരികെ കിട്ടാൻ നിരന്തരം അധിക്ഷേപിച്ചതുകൊണ്ടാണ് പിതൃ സഹോദരനായ ലത്തീഫിനെയും ഭാര്യയും ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നാണ് ഈ ഒരു അഫാന്റെ മൊഴി. അതിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയും, ഈ ഒരു തെളിവെടുപ്പിനിടെ പോലും യാതൊരു കൂസലും ഇല്ലാതെയാണ് ഈ ഒരു അഫാൻ താൻ ചെയ്ത ക്രൂരതകളെല്ലാം പോലീസിനോട് വിവരിച്ചത്. അത് വല്ലാത്തൊരു എന്താ പറയുക, അതിനൊക്കെ ഭയങ്കര ഗട്സ് തന്നെ വേണമല്ലേ. 80,000 രൂപ ലത്തീഫിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. പണം തിരികെ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചു. അച്ഛന്റെ അമ്മയുടെ സ്വർണം വാങ്ങുന്നതിന് തടസ്സം നിന്നതും ഈ ഒരു ലത്തീഫായിരുന്നു. ഇതാണ് ലത്തീഫിനെ വകവരുത്താനുള്ള മെയിൻ കാരണമെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞത്. ഈ ഷെമീനായെ കഴുത്ത് ഞെരിച്ച് നിലത്തിട്ട ശേഷമാണ് ഈ ഒരു അഫാന് പിതൃമാതാവിനെ കൊലപ്പെടുത്തിയത്. അതിനുശേഷമാണ് ഈ ഒരു അഫാൻ ലത്തീഫിന്റെ വീട്ടിലെത്തുന്നത്. അഫാനെ കണ്ട് ഈ ഒരു സാജിദ അടുക്കളയിലേക്കും പോയി. ബാഗിലിരുന്ന് ചുറ്റിക എടുത്ത് ഹാളിലെ സെറ്റിയിലിരുന്ന ലത്തീഫിന്റെ തലയിൽ പലവട്ടം അടിച്ചു. ശബ്ദം കേട്ട് ഓടി വന്ന സാജിദയും ഇവൻ അടിച്ചു വീഴ്ത്തി. അടുക്കളയിലേക്ക് ഓടിയ സാജിദയെ പിന്നിൽ ചെന്ന് ആക്രമിച്ചു കൊലപ്പെടുത്തി. ലത്തീഫിന്റെ മൊബൈലും കാറിന്റെ താക്കോലും 50 മീറ്റർ അപ്പുറം കാട്ടിലേക്ക് എറിഞ്ഞ ശേഷം വീട്ടിലേക്കും പോയി. ഈ ഒരു മൊബൈൽ ഫോണ് അഫാന്റെ സാന്നിധ്യത്തിൽ തന്നെ പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ആക്രമണം തടസ്സപ്പെടുത്തുന്നവരുടെ കണ്ണിലേക്ക് എറിയാൻ ഈ ഒരു അഫാൻ മുളക് പൊടിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിച്ചിട്ടുള്ള പരിശോധനയിലാണ് ഈ ഒരു മുളക് പൊടി പൊതിഞ്ഞത് കണ്ടെത്തിയത്. ആയുധം സൂക്ഷിച്ചിരുന്ന ബാഗിലാണ് ഈ ഒരു മുളക് പൊടിയും ഉണ്ടായിരുന്നത്.